സിനിമ നിർമ്മിക്കാൻ പദ്ധതിയിട്ടു എന്നാണ് പൾസർ സുനി പറയുന്നത്. കേൾക്കാം. ഈ ഇതിൻ്റെ ഒരു കഥ തന്നെയാണ്. കഥയിൽ ദിലീപേട്ടൻ നായകനാണ്. ഒറിജിനൽ അല്ല, ദിലീപേട്ടൻ്റെ കയ്യിൽ അങ്ങനെ അത്രയും കാണിച്ചു. അത്രയും സ്നേഹമാണോ? സ്നേഹത്തിൻ്റെ അല്ല, എനിക്ക് 1.5 കോടി രൂപയുടെ ഇത് കൊണ്ടപ്പോൾ അത് എൻ്റെ ആ പ്രതീക്ഷയാണ്. എനിക്കൊരു മനസ്സിൽ കിടന്ന എൻ്റെ മനസ്സിൽ വിശ്വസിച്ച് ഇല്ല. അതല്ലേ ഇതിൻ്റെ അമ്മ വണ്ടാറോ. അത് കഴിഞ്ഞിട്ട് എൻ്റെ വീട്ടിലെന്തോ ഇതായിപ്പോ 7-ാം കണ്ടിട്ട് കൊടുത്തു ഇല്ല. ആകെ വീട്ടിലോട്ട് വിളിച്ച് ആകെ 2-3 മിനിറ്റ് എന്ത് സംസാരിക്കണം. അങ്ങനെ പോയതാണത്. റോഷിപാൽ, ഇപ്പോൾ പൾസർ സുനി സിനിമാ താരങ്ങളുടെ ഡ്രൈവറായി കുറെ കാലം പ്രവർത്തിച്ച ആളാണ്. ഈ 2.5 കോടിക്ക് ഒരു കൊട്ടേഷൻ ഏറ്റെടുക്കുമ്പോൾ അതിലൂടെ താനും സിനിമാ ലോകത്തിന് ഭാഗമാകാൻ അയാൾ സ്വപ്നം കണ്ടിരുന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഒരു സിനിമ നിർമ്മിക്കാൻ പോകുന്നു, അതിൽ ദിലീപ് തന്നെ നായകനാകുന്നു എന്നതായിരുന്നു അയാളുടെ സ്വപ്നം. സ്മൃതി, ദിലീപുമായി വലിയ അടുപ്പമുണ്ടായിരുന്ന പൾസർ സുനി ദിലീപിന് ഏറ്റവും അടുത്ത ഒരു അനുയായി തന്നെയായിരുന്നു സിനിമാ ലോകത്ത് അറിയപ്പെട്ടതും. ഒരു ഘട്ടത്തിൽ നടൻ മുകേഷിൻ്റെ ഡ്രൈവറായും മുകേഷിൻ്റെ സഹായിയുമൊക്കെയായി പ്രവർത്തിച്ചിരുന്നു. പക്ഷേ ദിലീപിനൊപ്പം വന്നപ്പോഴാണ് സിനിമാ മേഖലയിൽ ഏറ്റവും പ്രധാനപ്പെട്ട പ്രൊഡക്ഷൻ കൺട്രോളറായി മാറാൻ പറ്റുമെന്ന പ്രതീക്ഷയോടെ മുന്നോട്ട് പോയത്. ഇടക്കാലത്ത് ഒരു സിനിമ നിർമ്മിക്കണമെന്ന ആഗ്രഹം പോലുമുണ്ട്. ഇതിൽ അവസാനം പറഞ്ഞു വെക്കുന്നത് ദിലീപിനെ നായക കഥാപാത്രമാക്കി ഒരു സിനിമ നിർമ്മിക്കണമെന്ന ആഗ്രഹം, അതും നടിയാക്രമിച്ച കേസുമായി ബന്ധപ്പെട്ട് എന്നാണ് ഒടുവിൽ ഞങ്ങൾ സംസാരിച്ച് പിരിയുമ്പോൾ പറഞ്ഞ കാര്യമാണത്. അതിൽ ഒന്ന് മനസ്സിലാക്കുന്നത് ദിലീപുമായുള്ള ആത്മബന്ധം ഇനിയും തുടരാൻ പൾസർ സുനി ആഗ്രഹിക്കുന്നു എന്നതാണ്. ഈ കത്ത് പുറത്തായതുമായി ബന്ധപ്പെട്ട് അമ്മയോടുള്ള പരിഭവം കൂടെ പങ്കുവെക്കുന്നുണ്ട്. ഈ കത്ത് പുറത്തുവിടാനായിരുന്നില്ല അമ്മയ്ക്ക് എഴുതിയത്. അത് നേരത്തെയുള്ള ഒരു വെളിപ്പെടുത്തലിൽ കൃത്യമായി പൾസർ സുനി പറയുന്നുണ്ട്. ഈ കത്തെഴുതിയത് ജയിലിനകത്ത് അപായപ്പെടുത്താൻ ചില നീക്കങ്ങൾ നടന്നപ്പോൾ ആ റൂട്ട് മനസ്സിലായി, അത് ദിലീപാണ് പിന്നിലെന്ന് മനസ്സിലായപ്പോൾ ഒരു കത്തെഴുതി ദിലീപിന് വാണിംഗ് നൽകാനായിരുന്നു ഉദ്ദേശിച്ചത്. പക്ഷേ കത്ത് അമ്മ പുറത്തേക്ക് വിട്ടു. അതാണ് ഈ ദിലീപുമായുള്ള ബന്ധം വഷളാകാൻ കാരണമായത് എന്നാണ് പൾസർ സുനി വിശദീകരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ആത്മബന്ധം നിലനിർത്തി ഇനിയും പൾസർ സുനിയെ ദിലീപ് സഹായിക്കുമെന്ന ഒരു പ്രതീക്ഷ കൂടി പൾസർ സുനി ഇതിൽ പങ്കുവെക്കുന്നുണ്ട്. അങ്ങനെ ദിലീപിനെ നായകനാക്കി നടിയാക്രമിച്ച കേസിനെ കുറിച്ചൊരു സിനിമ ചിത്രീകരിക്കണമെന്ന ആഗ്രഹം, അല്ലാതെ തന്നെ ഒരു സിനിമ ചിത്രീകരിക്കണമെന്ന ആഗ്രഹം അടക്കം പങ്കുവെക്കുന്നു. പക്ഷേ എല്ലാം പറയുമ്പോഴും ഈ 1.5 കോടി രൂപയിൽ ബാക്കി തുക വേണ്ടെന്ന് തീരുമാനിച്ചത് ഏത് ഘട്ടത്തിലാണെന്ന് കൂടി പൾസർ സുനി പറയുന്നുണ്ട്. ഇപ്പോഴും പൾസർ സുനി പ്രതീക്ഷിക്കുന്നുണ്ട് ദിലീപ് ചേർത്തു നിർത്തുമെന്ന്. ആ കാര്യമാണ് ഒടുവിൽ പങ്കുവെക്കുന്നത്. ഇപ്പോഴും ദിലീപിനെ പൂർണ്ണമായും തള്ളിപ്പറയാതെ ഇങ്ങനെ ഒരു ഒളിക്യാമറ ഓപ്പറേഷൻ നമ്മൾ നടത്തുന്നത് ബോധ്യമല്ല, അങ്ങനെ ഒരു സംശയം പോലും ഇല്ലാത്തത് കൊണ്ടാണ് ഇങ്ങനെ സ്വകാര്യമായി തുറന്നു പറയുന്നത്. ആ തുറന്നു പറഞ്ഞ് മടങ്ങുമ്പോഴും പറയുന്നുണ്ട്, ഈ എഴുതുന്ന പുസ്തകം പ്രസിദ്ധീകരിക്കുന്നതിന് മുമ്പ് എല്ലാം എന്നെ അറിയിക്കണം കേട്ടോ എന്ന് പറഞ്ഞാണ് മടങ്ങുന്നത്. കൃത്യമായി ആദ്യ ദിവസത്തെ കൂടിയ കാഴ്ചയിൽ തന്നെ തൻ്റെ പിന്നിൽ വലിയൊരു ഗുണ്ടാ സംഘം, ക്രിമിനൽ സംഘം ഉണ്ടെന്ന് എന്നെ ബോധ്യപ്പെടുത്തി, എന്നെ ഭയപ്പെടുത്താനുള്ള ശ്രമം നടത്തി. അതിനുശേഷമാണ് ഇങ്ങനെ വിശദമായ കൂടിക്കാഴ്ച നടന്നത്. ഏതെങ്കിലും തരത്തിൽ ചതിച്ചാൽ അത് ബുദ്ധിമുട്ടാകുമെന്ന മുന്നറിയിപ്പ് കൂടി ആദ്യത്തെ കൂടിക്കാഴ്ചയിൽ പൾസർ സുനി നൽകിയിട്ടുണ്ട്. അങ്ങനെയാണ് അവിടെ ചില ക്രിമിനൽ സംഘങ്ങൾ അവർ ആയുധവുമായി വന്ന് ഭയപ്പെടുത്തുന്നതാണ്. അത് നേരിട്ടല്ലാതെ ഒരു ഭീതിജനകമായ അന്തരീക്ഷം ഉണ്ടാക്കുന്നു. അങ്ങനെ കൃത്യമായി ഇപ്പോഴും കൊട്ടേഷൻ പ്രവർത്തനവുമായി പോകുന്ന നല്ല തെളിഞ്ഞ ക്രിമിനൽ പ്രവർത്തനം നടത്തുന്ന ഒരാൾ കൂടിയാണ് പൾസർ സുനി. നേരത്തെയും കൊട്ടേഷൻ പ്രവർത്തനം ഉണ്ടായിരുന്നു. ആ കാര്യങ്ങളൊക്കെ വിശദീകരിക്കുന്നുണ്ട്. പല ഘട്ടങ്ങളിലായി അതും പറയുന്നുണ്ട്. എന്തൊക്കെ ക്രിമിനൽ പ്രവർത്തനങ്ങൾ താൻ നടത്തിയിട്ടുണ്ടെന്ന് പറയുന്നു. ഇപ്പോഴും ചില കൊട്ടേഷൻ എടുത്തിട്ടുണ്ടെന്ന് കൃത്യമായി ഒരു ഘട്ടത്തിൽ പറയുന്നുണ്ട്. അങ്ങനെ ഈ ക്രിമിനലുമായി അടുപ്പം ഉണ്ടായിട്ടില്ല എന്ന് ദിലീപ് പറയുമ്പോഴാണ് ഇങ്ങനെയുള്ള ഓരോരോ കാര്യങ്ങൾ, ഏറ്റവും വലിയ അടുപ്പമുണ്ടായിരുന്നു, ആത്മാർത്ഥമായി സൗഹൃദമുണ്ടായിരുന്നു എന്ന് പൾസർ സുനി പങ്കുവയ്ക്കുന്നത്. ഏതായാലും ഇതിലെ നടിയാക്രമിച്ച കേസുമായി ബന്ധപ്പെട്ട് അന്വേഷണത്തിന് സഹായമാകുന്ന അല്ലെങ്കിൽ പ്രോസിക്യൂഷൻ പലഘട്ടത്തിലും പറഞ്ഞ കോടതിക്കകത്തും പുറത്തും പറയുന്ന കാര്യങ്ങളൊക്കെ
അത് സ്ഥിരീകരിക്കുന്ന, അതിന് ശക്തി പകരുന്ന വെളിപ്പെടുത്തലായി തന്നെ ഇതിനെ കാണേണ്ടി വരും സ്മൃതി.